സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. യുവ വചന പ്രഘോഷകൻ സാത്താൻ ആരാധകനുമായി നടത്തിയ സംഭാഷണം വൈറൽ. അമേരിക്കയിൽ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ ഒരു മുഴുസമയ മിഷണറിയാണ് ബ്രൈസ് കോഫ്രോഡ്. അടുത്തിടെ ഹൈസ്കൂൾ ബിരുദം നേടിയ ശേഷം താൻ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് പ്രാർത്ഥനയ്ക്ക് ശേഷം ലഭിച്ച ഉത്തരമാണ് യേശുവിനെ പ്രശംസിക്കുക എന്നത്. ലോസ് ഏഞ്ചൽസിലെ തെരുവുകളിൽ മുഴുവൻ സമയ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് ബ്രസിനെ വിളിച്ചു. അടുത്ത ദിവസം ഒരു സാത്താൻ ആരാധകനുമായി ഈ യുവ സുശേഷകൻ തെരുവിൽ വച്ചു നടത്തിയ സംഭാഷണവും പ്രാർത്ഥനയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. തെരുവിൽ ക്രിസ്തുവിന്റെ സുവിശേഷം പങ്കുവയ്ക്കുന്ന ബ്രൈസ് കോഫ്രോഡ് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താണ് ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുകഴിഞ്ഞത്. താൻ ഒരു സാത്താൻ ആരാധകനാണെന്നും ചാഡ് എന്നാണ് തന്റെ പേരെന്നും സാത്താൻ ആരാധകൻ സ്വയം പരിചയപ്പെടുത്തുന്നു. സാത്താൻ ആരാധനയിലൂടെ തനിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ചാഡ് വാചാലനാകുന്നു. ആശയസംവാദത്തിന്റെ ഒരു ഘട്ടത്തിൽ യേശുവിനെ ക്രൂശിക്കുകയല്ല ചുട്ടുകൊല്ലുകയാണ് വേണ്ടിയിരുന്നതെന്ന് വരെ ചാഡ് പറയുന്നു. എന്നാൽ ഈ സമയമെല്ലാം സമാധാനത്തോടെ ചാഡിനെ ശ്രവിച്ച ബ്രൈഡ് ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി പറയാൻ ശ്രമിച്ചുകൊണ്ടും സംഭാഷണം കൊണ്ടുവരുന്നു. തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാറുണ്ടെന്നും എന്നാൽ തനിക്ക് എന്താണോ ഏറ്റവും നന്മയായിട്ടുള്ളത് അത് ദൈവം കൃത്യസമയത്ത് ക്രമീകരിച്ചു തരുന്നുവെന്നും കോഫ്രോഡ് പറയുന്നു. സാത്താൻ വന്നിരിക്കുന്നത് മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് എന്ന് ബ്രൈഡ് കോഫ്രോഡ് ബൈബിളിനെ അടിസ്ഥാനമാക്കി പറയുന്നു. അതോടൊപ്പം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ജീവൻ ഉണ്ടാക്കുവാനും അത് സമർത്ഥമായി ഉണ്ടാക്കുവാനും വേണ്ടിയാണെന്ന് ചാഡിനോട് പറയുന്നു. അതോടൊപ്പം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണെന്ന് ചാഡിനോട് പറയുന്നു. താൻ കടന്നു വന്ന വഴികളെക്കുറിച്ചും ക്രിസ്തു തനിക്ക് നൽകുന്ന പ്രത്യാശയെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചുമെല്ലാം കോഫ്രോഡ് ചാഡിനോട് പങ്കുവയ്ക്കുന്നു. ലോകത്തിലെ മറ്റു മതങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെയാണ് ക്രിസ്തുവും ക്രിസ്ത്യാനിറ്റിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നും കോഫ്രോഡ് വ്യക്തമാക്കി കൊടുക്കുന്നു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.